2026 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകളിൽ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് ചരിത്ര വിജയം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 20 റാങ്കുകളും കരസ്ഥമാക്കി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ സമാനതകളില്ലാത്ത നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഫാർമസി വിഭാഗത്തിലെ ആദ്യ 2 റാങ്കുകളും SC വിഭാഗത്തിലെ 1ാം റാങ്കും ബ്രില്യന്റ് സ്വന്തമാക്കി. കേരളത്തിലെ എൻട്രൻസ് പരിശീലന രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റ്. ഇത്തവണത്തെ കീം പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആദ്യ 20 റാങ്കും പൂർണ്ണമായി സ്വന്തമാക്കിയാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ മുൻപന്തിയിലെത്തിയത്. എറണാകുളം അങ്കമാലി സ്വദേശി റോഷൻ രാജുവാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. KSFE മാനേജർ രാജു KKയുടെയും അധ്യാപിക ജാസ്മിൻ KVയുടെയും മകനായ റോഷൻ മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് ബ്രില്യന്റിൽ പരിശീലനം നേടിയത്. റോഷൻ രാജുവിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണും ബ്രില്യന്റ് ഡയറക്ടർ സെബാസ്റ്റ്യൻ G. മാത്യുവും വീട്ടിലെത്തി ആദരിച്ചു. ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 134ാം റാങ്ക് നേടി റോഷൻ കേരളത്തിൽ 1ാമതായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ധ്യാൻ തേജ് മണപ്പാട്ടിക്കാണ് 2ാം റാങ്ക്. ബ്രില്യന്റിലെ ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൂടെയാണ് ധ്യാൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. തൃശൂർ മാള സ്വദേശിനി വിസ്മയ KR 3ാം റാങ്ക് കരസ്ഥമാക്കി. ബ്രില്യന്റിലെ ഒരു വർഷത്തെ പരിശീലനത്തിലൂടെയാണ് വിസ്മയയും ഉന്നത വിജയം നേടിയത്. എറണാകുളം സ്വദേശി രോഹിത് കൃഷ്ണയ്ക്കാണ് 4ാം റാങ്ക്. തൃശൂർ മിനലൂർ സ്വദേശി ഗോവിന്ദ് വിനോദ് 5ാം റാങ്കും മൂവാറ്റുപുഴ സ്വദേശി ആൽഫ്രഡ് 6ാം റാങ്കും കരസ്ഥമാക്കി. തലശ്ശേരി സ്വദേശി തലാൽ ഷിഹാബുദ്ദീനാണ് 7ാം റാങ്ക്. എറണാകുളം കടവന്ത്ര സ്വദേശി കൃഷ്ണ J. മേനോൻ 8ാം റാങ്കും എറണാകുളം പൈങ്ങട്ടൂർ സ്വദേശി ജോഷുവ S. 9ാം റാങ്കും കണ്ണൂർ ഇരിട്ടി സ്വദേശി റിതിൻ രാജ് K. 10ാം റാങ്കും സ്വന്തമാക്കി. SSC വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ തൃശൂർ വിയൂർ സ്വദേശി സൗരവ് സുനിലും ബ്രില്യന്റിലൂടെയാണ് വിജയവഴിയിലേക്കെത്തിയത്. ഇതുകൂടാതെ ആദ്യ 50 റാങ്കിൽ 48ഉം 100 റാങ്കിൽ 90ഉം ആദ്യ 500 റാങ്കുകളിൽ 380 റാങ്കുകൾ നേടി പാലാ ബ്രില്യന്റ് തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഉന്നത വിജയം കൈവരിച്ച എല്ലാ പ്രതിഭകളെയും ബ്രില്യന്റ് ഡയറക്ടേഴ്സും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.